ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ യഥാർത്ഥ ട്വിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഐ ലീഗിനാണ്. കാരണം ഐ ലീഗിനെ കുറിച്ചിട്ട് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നമ്മളെ ടീമായിട്ടുള്ള ഗോകുലം കേരളയ്ക്ക് ഒരിക്കലും ഇനി ഐ ലീഗിൻ്റെ ഈ ഒരു ടൈറ്റിൽ അടിച്ചിട്ട് ISL എൻട്രി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തെയൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഗോകുലം കേരളയ്ക്ക് നല്ല ചാൻസാണ് ISL കടന്നു വരാൻ. അതായത് ഐ ലീഗ് വിന്നേഴ്സ് ആവാനായിട്ട് നല്ല ചാൻസുകളാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിലെ ആ ഒരു മാച്ച് മത്സരം തന്നെയാണ്. അതായത് ഇന്റർ കാശി വേഴ്സസ് ചർച്ചിൽ ബ്രദേഴ്സ് മത്സരം സമനിലയായിരുന്നു. അതൊരു ഡ്രാമ പോലത്തെ ഒരു മത്സരമാണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പറയുന്നില്ല, പിന്നീട് നമുക്ക് ചെയ്തു തുടങ്ങാം. പിന്നീട് ഉണ്ടായിട്ടുള്ള റിയൽ കാശ്മീരിൻ്റെ മത്സരവും അവിടെ സമനിലാവുന്നുണ്ട്. ബട്ട് ഇവിടെയാണ് ഗോകുലം കേരള അവർ ജയിച്ചിട്ട് ഈ ഒരു പോയിന്റ് ടേബിളിൽ മുമ്പോട്ട് എത്തുന്നത്. നമുക്കറിയാം ഇന്റർ കാഷിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇനി അതിൻ്റെ റിസൾട്ടൊക്കെ പുറത്തു വരുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ്. എന്തായാലും ഗോകുലം കേരളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ലക്കി അടിച്ചിട്ടുള്ള ഒരു സംഭവത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത മത്സരം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഗോകുലം കേരളയ്ക്ക് ഇത്തവണത്തെ ഐ ലീഗ് ചാമ്പ്യൻസ് ആയിട്ട് ISL കടന്നെത്താനുള്ള ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ ISL കടന്നെത്തി കഴിഞ്ഞാൽ ഡെർബി മത്സരങ്ങൾ നമുക്ക് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കുറച്ചൊരു നന്നാവലും കൂടെ കാണാം, അതായത് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ. കാരണം ഇങ്ങനെ ഒരു ടീം എത്തുമ്പോൾ നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങോട്ട് ചായാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മളെ നാടാണല്ലോ, നമ്മുടെ ടീമാണല്ലോ എന്നുള്ള രീതിയിൽ. എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ അങ്ങനെയായിരിക്കും. അതായത് നമ്മുടെ ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടണം, ഗോകുലം കേരളയ്ക്ക് വിജയിക്കും വേണം. ഇവിടെ ഗോകുലം കേരളയെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ഒന്നുമില്ല. കാരണം ഡംബോ SC ആയിട്ടാണ് അവർക്ക് ഈ ഒരു മത്സരം കിടക്കുന്നത്. അതായത് ഞായറാഴ്ച 12 മണിക്കുള്ള ഈ ഒരു മത്സരം അവർക്ക് കിടക്കുന്നത്. തീർച്ചയായിട്ടും ഈ മത്സരം എനിക്ക് തോന്നുന്നു ഇവർ ചിലപ്പോൾ സിമ്പിളാക്കി എടുക്കാനുള്ള സാധ്യത ഉണ്ട്, അതായത് ഗോകുലം കേരളം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ഡംബോ SC 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. എന്നാൽ മറിച്ച് നമ്മൾ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കാണ് കുറച്ചുകൂടെ ഒരു റിസ്ക് ഉള്ളത്. കാരണം ചർച്ചിൽ ബ്രദേഴ്സ് പോരാടാനായിട്ടിരിക്കുന്നത് ഈ ലീഗിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബായ റിയൽ കാശ്മീരിനോടാണ്. അതായത് ഇപ്പോൾ ലീഗ് ടേബിളിലെ ആ ഒരു 4 സ്ഥാനക്കാരിൽ ഇടം പിടിച്ചിട്ടുള്ള റിയൽ കാശ്മീരിനോട് അവർക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വൈഡായിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ്. പിന്നെ ഗോകുലം കേരളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോയിന്റ് എന്താ അറിയോ, എന്നെ കൂടുതൽ സന്തോഷപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത മത്സരത്തിൽ റിയൽ കാശ്മീരിനെതിരെയായിട്ടുള്ള മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ കീ പ്ലേയേഴ്സ് ആയിട്ടുള്ള ആരും തന്നെ കളിക്കാനായിട്ടുണ്ടാവില്ല, പ്രധാനപ്പെട്ടിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് അവർക്ക് കഴിഞ്ഞ ഇന്റർ കാശി മത്സരത്തിനുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കാര്യങ്ങളോട് കൂടി പോവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് പറയുന്നു ഗോകുലം കേരള മിക്കവാറും ഈ ഒരു സീസണോട് കൂടി ISL കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം റിയൽ കാശ്മീരായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ മത്സരം സിമ്പിളായിട്ട് റിയൽ കാശ്മീരിന് വിജയിക്കാൻ പറ്റിയിട്ടുള്ള മത്സരമായിട്ടാണ് എടുക്കുന്നത്. ബട്ട് ഫുട്ബോളാണ്, എവിടെയും എന്തും സംഭവിക്കാം. ഗോകുലം കേരളയെ സംബന്ധിച്ചിടത്തോളം മരിച്ച് കളിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും. എന്തായാലും ഐ ലീഗിലെ ഈ ഒരു നിർണായകമായിട്ടുള്ള ഈ ഒരു പോരാട്ടം കാണാനായിട്ട് ശ്രമിക്കുക. ഇരു ടീമുകളും ഏകദേശം 37-39 പോയിന്റ് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, കീ പ്ലേയേഴ്സ് ആയിട്ടുള്ള പല കളിക്കാരും ഈ ഒരു മത്സരത്തിന് ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയിട്ട് പന്ത് തട്ടാനായിട്ട് സാധ്യതയില്ല എന്നല്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക, പിന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഗോകുലം കേരള മിക്കവാറും ISL വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാകും. അതിലേക്കും ബൈ.